ആലപ്പുഴ മാവേലിക്കരയിൽ ഡ്രൈവിംഗിനിടെ കെഎസ്ആർടിസി ഡ്രൈവർക്ക് ഹൃദയാഘാതം. നിയന്ത്രണം വിട്ട കെഎസ്ആർടിസി ബസ് കടയിലേക്ക് ഇടിച്ചു കയറി. ഭാഗ്യത്തിന് ആളപായമുണ്ടായില്ല. അശ്വിൻ പാലാഴി ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി. അശ്വിൻ, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഡ്രൈവറുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്? അതുപോലെ തന്നെ ഭാഗ്യം കൊണ്ടാണ് ആ വലിയ അപകടങ്ങളൊന്നും ആളപായം ഉണ്ടാകാതെ പോയത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ജി കെ, വളരെ ദാരുണമായ അപകടമാണ് ഉണ്ടായത്. ഈ അപകടത്തിന് തൊട്ടു പിന്നാലെ ആശുപത്രിയിൽ എത്തിച്ച ഈ ഡ്രൈവർ മരണപ്പെടുകയും ചെയ്തിരുന്നു. പ്രദീപ് എന്നാണ് ഡ്രൈവറുടെ പേര്. ഈ മാവേലിക്കര നടക്കാവിൽ വെച്ചാണ് അപകടം ഉണ്ടായത്. ഹൃദയാഘാതം മൂലം ഈ ബസ് പ്രദീപിനെ നിയന്ത്രിക്കാനായില്ല. പിന്നീട് തൊട്ട് സമീപത്തുള്ള കടയിലേക്ക് നിയന്ത്രണം വിട്ട് ഇടിക്കുകയായിരുന്നു. മതില് ഇടിച്ച് തകർത്ത് അല്പം കൂടി മുന്നോട്ട് പോയ ശേഷമാണ് ബസ് നിർത്തിയത്, നിന്നുപോയത്. ഇപ്പോൾ ആ അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഏറെ ദൂരത്തു നിന്ന് തന്നെ വാഹനം നിയന്ത്രണം തെറ്റിയതിന്റെ സൂചനയായി യാത്രക്കാർ അലറി വിളിക്കുന്നത് ആ ദൃശ്യങ്ങളിൽ, അതിന്റെ ശബ്ദത്തിൽ നമുക്ക് വ്യക്തമായി കേൾക്കാനാവുന്നുണ്ട്. ഡ്രൈവർ പ്രദീപിനെ തൊട്ടു പിന്നാലെ പരിമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. രാവിലെ 9 മണിയോടെയായിരുന്നു അപകടം. ഈ ബസ് മതിലിടിച്ചു കയറിയെങ്കിലും യാത്രക്കാർക്കാർക്കും പരിക്കുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. വാഹനം നിയന്ത്രണം തെറ്റിയപ്പോൾ തന്നെ ബ്രേക്ക് പിടിച്ച് പരമാവധി വേഗത കുറയ്ക്കാൻ ഈ ഡ്രൈവർ പ്രദീപ് ശ്രമിച്ചിരുന്നു എന്നാണ് ബസ്സിലുണ്ടായിരുന്നവർ പറഞ്ഞത്. എന്തായാലും ഡ്രൈവറുടെ മരണമുണ്ടായി, മറ്റാർക്കും പരിക്കില്ല. ദാരുണമായ അപകടമാണ് ഉണ്ടായത്. അശ്വിൻ പാലാഴി ആണ് വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.